ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് പച്ചക്കറിയോട് എന്തോ വൈരാഗ്യമുള്ളതുപോലെ പച്ചക്കറി ഇട്ട് കുത്തി 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 അരിഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് അജയൻ അതുവഴി വരുന്നതും ഇത് കാണുന്നതും മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതായിട്ടായിരിക്കുന്നത് ജാനകിയുടെ. അപ്പം അജയൻ ഇത് വന്ന് നിന്ന് കണ്ടിട്ട് നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. ആഹാ, നിന്റെ ദേഷ്യം ഇതൊരു തീർന്നില്ലേ ജാനകി എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അജയേട്ടാ, നമ്മുടെ മരുമോൾ വന്നപ്പോൾ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാലിപ്പോൾ എന്താ ജാനകി തെറ്റ്? നമ്മുടെ മരുമോളെ പോലെ തന്നെ ഈ വീടിൻ്റെ മരുമകളല്ലേ നയനമോളും. അപ്പം പിന്നെ അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ കുഴപ്പം? ആദ്യം ഈ വീട്ടിലേക്ക് വന്നത് നയനയല്ലേ. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മൂത്ത മരുമകളും ആദർശിൻ്റെ പെണ്ണ് തന്നെയാണ്. അതുകൊണ്ട് മുന്തിയ പരിഗണന ആ കുട്ടിക്ക് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ മോൻ്റെ ഭാവിയെ പറ്റി അജേട്ടന് ഒരു ചിന്തയില്ല എന്ന് ജാനകി പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ മോൻ്റെ ഭാവിക്ക് എന്താടി കുഴപ്പം? എപ്പോഴാണ് അനാമിക മോളെല്ലാം കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതെന്ന് അറിയില്ലെന്ന് ജാനകി. അവളുടെ അഹങ്കാരം കൊണ്ട് അവൾ പോയാലേ ആർക്കാടി നഷ്ടമെന്ന് ചോദിച്ചു. അന്നേരം അജയൻ, നമ്മുടെ മോന് മാത്രമാണോ എന്ന് ചോദിക്കുമ്പോൾ, അവളെ പൂജയ്ക്ക് വയ്ക്കാനൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നവ്യയും നയനയും പോലെ ഈ വീടിൻ്റെ മരുമകളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നതുപോലെയാണോ നമ്മുടെ മരുമകൾ വന്നതെന്നും ചോദിച്ചുകൊണ്ട് ജാനകി കിടന്ന് തുള്ളുന്നു. പിന്നല്ലാതെ തന്നെ എങ്ങനെയാടി വന്നത്? അവളും നടന്നാ വന്നത്, നമ്മുടെ മരുമകളും നടന്നു തന്നെയാണ് വന്നത്. അതാണ് ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ചത്. നീ എന്തുദ്ദേശിച്ചാലും ശരി, നയനമോൾക്ക് മുകളിലല്ല ഈ വീട്ടിൽ ആരും. നീയും ഞാനും പോലും എന്നൊക്കെ അജയൻ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് ജാനകി പറയുമ്പോൾ അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നീ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് അജയനും ചോദിച്ചു. അനാമിക മോളാകെ തിളച്ച് നിൽക്കുകയാണെന്ന് ജാനകി പറയുമ്പോൾ, എങ്കിലേ കുറച്ച് ഐസ് വാട്ടർ എടുത്ത് അവളുടെ തലയിലേക്ക് നീ ഒഴിച്ചു കൊടുക്കുക, ഒന്ന് തണക്കട്ടെ എന്നും അജയൻ പറയണു. നമ്മുടെ മോൻ അവളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ അതുമില്ല. അവൻ അനാമിക മോളെ ഒന്ന് പരിഗണിക്കുന്നു പോലും ഇല്ലെന്ന് പറയുമ്പോൾ, അതിനെ നമ്മുടെ മോനെ തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീടിനകത്ത് ചെറിയൊരു വഴക്ക് നടന്നാൽ പോലും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരു പെണ്ണിനെ ഏതാണാടി സ്നേഹിക്കുന്നതെന്ന് അജയൻ നേരം ചോദിച്ചു. എന്തായാലും നാണം കെട്ട് നമ്മുടെ മോൻ അവളെ പോയി വിളിച്ചില്ലേ, അത് തന്നെ മഹാഭാഗ്യമാണെന്ന് കരുതിയിട്ടേ ഈ വീടുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പോകാൻ പറ നിന്റെ മരുമകളോട്. അല്ലാതെ ഇവിടെ ഉപദേശിക്കേണ്ടതേ അവളെയാ, നമ്മുടെ മോനെ അല്ല. മനസ്സിലായോ എന്ന് ചോദിച്ച അജയൻ അങ്ങോട്ടേക്ക് പോയി. ഈ ജാനകിയുടെ താനി നിറം പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനാമിക എന്ന് പറയണ മരുമകളെയാ. മരുമകൾ അവിടെ ഇരിക്കുമ്പോൾ അനി അതുവഴി വരുന്നു. അനി എന്നും പറഞ്ഞൊരു വിളി. അനിക്കാണെങ്കിൽ അവളെ കാണുന്നതേ ചതുർത്ഥിയ. അവൾ ഇവിടേക്ക് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞു അനാമിക. അപ്പോൾ അന്നെന്ന് കരുതിയേ പോകാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ എന്ന് അനി തിരിച്ചും ചോദിച്ചു. ഏട്ടത്തി വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പോയിക്കോ, ഇപ്പം എന്താ കുഴപ്പം? ഇന്നലെ വരെ ഏട്ടത്തി ഇങ്ങോട്ട് വരണ്ടായെന്ന് വാശി പിടിച്ചോണ്ടിരുന്ന വല്യമ്മ ഇപ്പം ഏട്ടത്തിയെ പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഏട്ടത്തി ഇവിടെ നിന്ന് തുരത്താവെന്ന് ആരും വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നെ തുരത്തി ഓടിക്കടാ. നിന്നെ എന്തിനാ ഓടിക്കുന്നത്? നീ തന്നെ പോകുന്നോളല്ലേ, നിനക്ക് പ്രത്യേകിച്ച് കാണണമെന്നും വേണ്ടല്ലോ ഓടാൻ. ഇനി അമ്മായിമ്മ മരുമകളെ കൂട്ടിക്കൊണ്ട് വന്നത് കൊല്ലാനാണോന്നൊന്നും അറിയില്ലല്ലോ എന്ന് അനാമിക പറയുമ്പം, അതെ ഒരിക്കലും ഇല്ല. ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആദർശേട്ടനെയും എന്നെയും ഒക്കെ എൻ്റെ വല്യമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ആദർശേട്ടന് ഏട്ടത്തി ഇല്ലാത്തത് വല്ലാത്ത സങ്കടമാണെന്നറിയാം. അതുകൊണ്ടാണ് വല്യമ്മ പോയി ഏട്ടത്തെ വിളിച്ചോണ്ട് വന്നത്. അല്ല, അതെല്ലാവരോടും പറയുകയും ചെയ്തല്ലേ എന്ന് അനി ചോദിക്കുമ്പോൾ, വല്യമ്മ പോയി വിളിച്ചോണ്ട് വന്നതുകൊണ്ട് വല്ല തലയെടുപ്പോടെ അവൾ വന്നിരിക്കുന്നത്. ആ തലയെടുപ്പ് എൻ്റെ അടുത്ത് കാണിച്ചാൽ ഞാൻ വകവയ്ക്കത്തില്ലെന്ന് പറഞ്ഞു അനാമിക. അപ്പം ആരോടും മനഃപൂർവ്വം വഴക്കിന് വരില്ല എൻ്റെ ഏട്ടത്തി. നിന്നെപ്പോലെ കാരണമില്ലാതെ കലഹിക്കാറുമില്ലെന്ന് പറയുമ്പം, പുകഴ്ത്തട മറ്റവളുടെ ചേച്ചിയല്ലേ, അതുകൊണ്ട് നീ അവളെ തല കയറ്റി വെക്കാൻ പറഞ്ഞു അനാമിക. മര്യാദയ്ക്ക് സംസാരിച്ചോളാൻ പറഞ്ഞു അനി അന്നേരം ഇവളോട്. നീ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇത്രയും ദിവസം എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇനി അത് പോയി കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എടോ, നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് വരാൻ പോലും എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അതെ, ഇതൊക്കെ വീട്ടിൽ വന്നപ്പോൾ നീ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിടത്തില്ലായിരുന്നല്ലോ എന്ന് അനാമിക പറയുമ്പോൾ, ഉള്ളത് തുറന്ന് പറയാലോ അനാമിക. ഇവിടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഞാൻ നിന്നെ വന്ന് വിളിച്ചത്, അല്ലാതെ എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു താനും. ബെഡ്റൂമിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു അനി. നമ്മുടെ ജീവിതം ഒരു പരാജയമാണെന്ന് നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതല്ലേ എന്നും അനി ചോദിക്കുക. അതുകൊണ്ട് നീ എന്ത് തീരുമാനം എടുത്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാടാ, ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അതിനുവേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നീ എന്നെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതെ, വല്യമ്മയ്ക്ക് മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണവുമായി മല്ലടിക്കേണ്ടി വന്നത് നീയും നിന്റെ അമ്മയും കാരണമാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് അനി ഇവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നന്ദുവിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയി കൊല്ലാനും നോക്കി. അതിൻ്റെ പിന്നിലും നീയും നിന്റെ അച്ഛനും തന്നെയാണെന്നും എനിക്കറിയാം. അപ്പോൾ അവൾക്ക് ഒന്നും പറയാനില്ല, വായു അടച്ചു പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെയുള്ളവളെ സ്നേഹിക്കാനേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിന്റെ മനസ്സിനകത്ത് ലേശം നന്മയില്ല. അത് മനസ്സിലാക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുന്നില്ലെന്നേ ഉള്ളൂ.
എന്തായാലും എന്നെ പുറത്താക്കിയിട്ട് എൻ്റെ സ്ഥാനത്ത് നന്ദു എന്ന് പറയുന്നവളെ കൊണ്ടുവരാമെന്ന് നീ കരുതണ്ടാന്ന് അനാമിക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അത്രയും പറഞ്ഞ് അവിടുന്ന് തലയൂരാനാണ് പിശാച് ശ്രമിച്ചത്. പോയിട്ട് വീണ്ടും അവള് അതിന് വേണ്ടിയിട്ട് നീ ഇതൊക്കെ പറയുകയാണെന്ന് എനിക്കറിയാം. എന്നെ ചൊടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ വീട് വിട്ട് പോകുമല്ലോ. അങ്ങനെ 4-5 തവണ വീട് വിട്ട് പോയി കഴിയുമ്പോൾ ഈ വീട്ടിലുള്ളവർ തന്നെ പറയും എന്നെ വേണ്ടാന്ന്. അതിനു വേണ്ടിയല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം, എടീ ഞാൻ കെട്ടിയൊരു താലി നിന്റെ കഴുത്തിലുണ്ട്, അതിനപ്പുറം എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? ആ താലി പെട്ടെന്ന് അറുത്തെറിയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അനാമയ്ക്ക് അന്നേരം പറയുക. അതുമാത്രമല്ല, അങ്ങനെ അറുത്തു മാറ്റിയ താലി നന്ദുവിൻ്റെ കഴുത്തിൽ ഒരിക്കലും കാണാൻ പാടില്ല എന്നുള്ള വാശിയും എനിക്കുണ്ടെന്ന് പറയുമ്പോൾ, സ്വന്തം വാശി നടക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ വേണ്ടി കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അനി അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അവളാണെ കലിയും കയറി തുള്ളിച്ചാടി അവിടെ കയറി നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ജാനകിയും ജലജയും കൂടെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുക. ജാനകിയുടെ മുഖം ഇപ്പോഴും വലിഞ്ഞു കയറി തന്നെയാണ് ഇരിക്കുന്നത്. ആ സമയം ഏട്ടത്തി അടുക്കള കയ്യേറിയല്ലോ, ഇതുപോലെ അത്ഭുതമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറയുമ്പോൾ, അസുഖം വന്നതോടെ സ്വഭാവത്തിൽ മാറ്റം വന്നല്ലോ എന്ന് ജാനകി പറയുമ്പോൾ, അതിന് കരളല്ലേ മാറ്റി വെച്ചത്, തലച്ചോറൊന്നും അല്ലല്ലോ എന്ന് ജലജ. കരൾ മാറ്റി വെച്ചാലും സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ഈ പുള്ളിക്കാരി പറയാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുവാണ് ദേവയാനി. ഇതാ വരുന്നുണ്ട്, മിണ്ടണ്ടെന്ന് പറഞ്ഞ് ജലജ നിൽക്കുന്നു. അപ്പം എൻ്റെ മരുമോൾ എവിടെ? അപ്പോൾ ഞാൻ എത്തി വല്യമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക മോള് തുള്ളിച്ചാടി ഇങ്ങ് വന്നു. മോളിരിക്കുക എന്നും പറഞ്ഞ് വിളിച്ചങ്ങ് ഇരുത്തി. മറ്റേ 2 തമ്പുരാട്ടിമാർക്കും ഇങ്ങോട്ട് എഴുന്നള്ളാറായില്ലേ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ, അവരുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു എന്ന് ജലജ ചോദിച്ചു. നിന്റെ മരുമോളെ പറ്റി നീ തിരക്കണ്ട, പക്ഷേ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ഈ തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാ, നിന്റെ മകൻ്റെ കുഞ്ഞാ. അതുകൊണ്ട് ആ കുഞ്ഞിനെ പറ്റി നീ ചിന്തിക്കണമെന്ന് ദേവയാനി പറയുന്നു. അപ്പോൾ കുഞ്ഞിനെ പറ്റി ചിന്തിക്കേണ്ടത് അവളല്ലേ ഏട്ടത്തി എന്ന് ജലജ ചോദിക്കുക. കാര്യമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അവൾക്ക് വന്നിങ്ങ് എടുത്ത് കഴിച്ചാൽ പോരെ എന്നൊക്കെ ജലജ ചോദിക്കുന്നേ. ഈ സമയത്ത് മോളിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ നവ്യ ഓടി വന്നു. കൃത്യസമയത്ത് വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അനാമിക മോള് പറയണു. നവ്യ വന്നു, അവിടെ ഇരുന്നു, ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഈ സമയത്ത് നമ്മുടെ നയനം നോക്കുക. എൻ്റെ മരുമോളെന്താ വരാത്തേ എന്നുള്ളുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അവളവിടെ നിന്റെ അനിയത്തി, അവൾ കുറച്ച് കഴിഞ്ഞേ കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു, എല്ലാവരും കഴിച്ചിട്ടേ കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞെന്ന് നവ്യ പറയുമ്പോൾ, ഓ എല്ലാവരുടെയും കൂടെ ഇരുന്ന് മനസമാധാനത്തോടെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ, ഒറ്റയ്ക്കിരുന്ന് വെട്ടി വിഴുങ്ങുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം എന്ന് ജലജ പറയുമ്പം, സ്വന്തം സ്വഭാവം ആരും വിളിച്ചു പറയാൻ നിൽക്കണ്ടെന്ന് നവ്യ അന്നേരം പറഞ്ഞു. അപ്പച്ചി പറയുന്നതിലും കാര്യമുണ്ട് എന്ന് നമ്മുടെ അനാമിക പറയുമ്പോൾ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലെ ചേച്ചി അനിയത്തിയും എല്ലാവരെക്കാളും മുന്നിലാണെന്ന് പറഞ്ഞപ്പോൾ, ഇഷ്ടപ്പെട്ട ആഹാരം കണ്ടാൽ ഞാനത് ആർത്തിയോടെ കഴിക്കും, അല്ലാതെ കളയാറൊന്നുമില്ല അനാമികയോട് നവ്യ പറഞ്ഞു. പിന്നെ നിനക്കിവിടെ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും ഇഷ്ടം ഹോട്ടൽ ഫുഡല്ലേ എന്ന് ചോദിച്ചു നവ്യ. ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് വഴക്കു വേണ്ട എന്ന് ജാനകി മരുമോളെ കൊച്ചാക്കുവാണല്ലോ, അതുകൊണ്ട് ഈ സമയം ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി പോകുന്നു. ഇനി അവള് ഫുഡ് കിട്ടുന്നില്ലെന്നും പറഞ്ഞു പോയാൽ എൻ്റെ മോൻ്റെ ഉറക്കം നഷ്ടപ്പെടും. അതുമാത്രമല്ല അച്ഛനും അമ്മയും അതിൻ്റെ പേരിൽ പിന്നെ എന്നെ വിമർശിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ, ഏട്ടത്തി അവളെ അങ്ങോട്ട് പോയി വിളിച്ച അവളതൊരു പതിവാക്കും. അമ്മായിയമ്മയ്ക്ക് മേൽ മരുമകള് അധികാരം സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ജാനകി പറഞ്ഞപ്പം, അങ്ങനെയൊന്നും ഞാൻ വിട്ടു കൊടുക്കത്തില്ല ജാനകി. ഇവിടെ പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ ഉള്ളൂ. അതിനു മുന്നേ അവളിവിടുന്ന് പോയി കഴിഞ്ഞാലേ എൻ്റെ മോനെ എനിക്കെതിരാകുമെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയോട് പറഞ്ഞു ദേവയാനി. അവൻ മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജയേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അതിൻ്റെ പേരിൽ എന്നെ വിമർശിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ദേവയാനി എല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പം തന്നെ മരുമകളെ വിളിക്കാത്തതിൻ്റെ പേരിൽ ജയേട്ടൻ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിനി കേൾക്കാൻ വയ്യെന്നും പറഞ്ഞു. പിന്നെ അവരെയൊക്കെ പിണക്കാതിരിക്കാൻ ഞാൻ നിൻ്റെ അനിയത്തിയുടെ മുന്നിൽ തോറ്റു കൊടുക്കാമെന്ന് പറഞ്ഞപ്പം, അമ്മായി പോണ്ട ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു നവ്യ. അപ്പം നീ ഭക്ഷണത്തിന് മുന്നിൽ വന്നിരുന്നതല്ലേ, നീ കഴിച്ചോളാൻ പറഞ്ഞു. അവൾക്ക് ഇപ്പം എന്താ ഭക്ഷണം വേണ്ടാത്തതെന്ന് അറിയാവല്ലോ എന്ന് ദേവയാനി പറയുമ്പോൾ, അവളുടെ അഹങ്കാരം അല്ല പിന്നെ എന്നെ ഏട്ടത്തി ഇന്ന് ജലജ കഴിക്കുന്ന ആഹാരം എല്ലിൻ്റെ ഇടയിൽ കയറുക അവൾക്കും ഇവൾക്കും എന്നൊക്കെ ഈ ജലജ പറയുമ്പോൾ, എല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം കയറുന്ന ആർക്കാണെന്നേ ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് നവ്യ നേരം ജലജയോട് പറഞ്ഞു. പിന്നെ അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്നും നവ്യ പറയുമ്പോൾ, സംസാരം നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. ഞാൻ പോയി മഹാറാണിയെ ഇങ്ങോട്ട് ആനയിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ദേവയാനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം, ചിലരൊക്കെ കാണത്തില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നത്, ഇനി ഓരോന്നിൻ്റെ മുഖം കണ്ട് എനിക്ക് ആഹാരം ഇറങ്ങത്തില്ലെന്നതേ പറയണു അനാമിക. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ കഴിക്കണ്ട, ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് എനിക്ക് ആവശ്യമുള്ളതെല്ലാം കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് നവ്യ പറഞ്ഞു. അനാമിക പറഞ്ഞുകൊണ്ടിരിക്കുക. വായിന്ന് ഓരോന്ന് ഇറക്കുകയും ചെയ്യും, പിന്നെ മിണ്ടാട്ടവും മുട്ടിക്കുന്ന അവസ്ഥയാണല്ലോ.
എന്നിട്ടാണെങ്കിൽ വേണം വേണ്ടാക്കി ഇവളിങ്ങനെ ഇരിക്കുക. പക്ഷെ മുഴുവൻ അടിച്ച് കലക്കി കഴിക്കണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ വല്ലാത്തൊരിതിലൊക്കെ ഇരിക്കുവാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ ജലജ ഇവളുമാർ തമ്മിൽ പരസ്പരം തല്ലി ആരെങ്കിലുമൊക്കെ വെളിയിൽ പോട്ടെ, ആര് പോയാലും എനിക്കെന്തായാലും സന്തോഷമാണെന്ന് ജലജ എന്നിട്ട് ഉള്ളുകൊണ്ട് അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാം. ഈ സമയത്ത് നമ്മുടെ നയനെ അവിടെ ഇങ്ങനെ ഒരു പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ദേവയാനിയെ കണ്ടപ്പോഴത്തേക്ക് നയനെ പതുക്കെ അങ്ങ് എഴുന്നേക്കും കേട്ടോ. അപ്പം നീ എന്താ ഒന്നും കഴിക്കാൻ വരാത്തെ എന്ന് ചോദിച്ചു ദേവയാനി. ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നത് എടുത്ത് കളയാനൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ അത് പിന്നെ എല്ലാവരും കഴിച്ചിട്ട് വരാമെന്ന് കരുതി അമ്മയെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ, എന്തു പറ്റി? ഇനി നിനക്ക് ഭക്ഷണം തരുന്നില്ല എന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും പരാതി പറയാനാണോ നീ വരാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാറില്ല അമ്മേന്ന് നയന പറയുമ്പോൾ ആർക്കറിയാൻ പറയുന്നില്ലെന്ന് ദേവയാനി. അതുമാത്രമാണോ? നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ചു വിളമ്പി തന്നില്ലെങ്കിൽ എൻ്റെ മോനെ എന്നോട് ദേഷ്യപ്പെടത്തില്ലേന്ന് ചോദിച്ചു. പിന്നെ ജയേട്ടനും അച്ഛനും അമ്മയും ഒക്കെ എന്നെ കുറ്റപ്പെടുത്തത്തില്ലേന്നും ചോദിച്ചു. ഇതൊക്കെ കേട്ട നയന ഇങ്ങനെ നിൽക്കുക. നീയാണല്ലോ ഇപ്പം ഈ വീട്ടിലെ താരം, അതുകൊണ്ട് നിന്നെ സന്തോഷിപ്പിച്ചല്ലേ എനിക്ക് പറ്റുമെന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും ഇല്ല അമ്മേ, അമ്മയ്ക്ക് ഞാനാ എല്ലാം വെച്ച് വിളമ്പി തരേണ്ടതെന്ന് നയന പറയുമ്പം അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല. കരുണയുള്ള ഒരു പെൺകുട്ടി എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്ന് വെച്ചാൽ എന്നെ ഒരു അസുഖക്കാരി ആക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് എനിക്കറിയാമല്ലോ. ഒരു കുഴപ്പവും എനിക്കില്ല കേട്ടോ. അതറിഞ്ഞു വെച്ചിട്ട് കുഴപ്പമുണ്ടാക്കാനല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദേവയാനി ചോദിക്കും നയനയോട്. അല്ലെങ്കിൽ നീ ഇപ്പം എല്ലാവർക്കും ഒപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കില്ലേ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി തന്നെയാണ് ഞാൻ വരാതിരുന്നത് എന്ന് നയന ഇങ്ങനെ അന്നേരം ദേവയാനിയോട് പറയുന്നു. എനിക്ക് ഇഷ്ടമൊന്നുമല്ല, പിന്നെ നിന്നെ വിളിച്ചിരുത്തി ഭക്ഷണം തന്നു എന്നറിഞ്ഞാൽ എൻ്റെ മകനെ അത് വലിയ സന്തോഷമാകുമെന്നും ഇപ്പോൾ എൻ്റെ മോൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊക്കെ പറയുകയാണ്. അപ്പോഴൊരു കള്ളം നോട്ടമൊക്കെ ഉണ്ട് മുഖത്ത് ദേവയാനിക്ക്. അവൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇപ്പം ഞാൻ ജീവിക്കുന്നതെന്നും ഇത് മുൻപും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നെന്നും അതുകൊണ്ട് വരാൻ നോക്കാനൊക്കെ ദേവയാനി പറയാം. അപ്പോൾ ശരി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നയന കൂടെ ചെല്ലുമ്പോഴേക്കും അല്ല എനിക്ക് കരള് ദാനം തന്ന പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു ദേവയാനി. അത് പിന്നെ ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വന്നെങ്കിലും ഞാൻ ആ കുട്ടിയെ കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു നയന. അപ്പം നീയും കള്ളം പറയുവാണോ എന്ന് ചോദിച്ചു. അയ്യോ അല്ലമ്മേ, അവളെ പറ്റി ആരും ഒന്നും പറയണ്ട. പക്ഷേ എപ്പോഴായാലും എന്നായാലും ഞാൻ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുമെന്നും ദേവയാനി നയനയോട് പറയുന്നു. നയന അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. സത്യം പറയാവല്ലോ, അങ്ങനെ ത്യാഗ മനസ്സുള്ള പെൺകുട്ടികളാണ് ഒരു വീടിൻ്റെ മരുമകളായി കയറി വരേണ്ടതെന്ന് ദേവയാനി പറയണു. അതൊക്കെ നയനയെ നോക്കി ചിരിച്ചോണ്ടാ പറയുന്നത്. നയന അന്നേരം ഇങ്ങനെ നല്ലാണ്ടായി നിൽക്കുക. കരൾ കൊടുത്തത് കൊണ്ടും നയനി ഇപ്പോൾ വലിയവളായി, അല്ലെങ്കിൽ നയനയുടെ കാര്യം കട്ട പോകുകയായനെ. അങ്ങനെ ദേവയാനി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ പറയുന്നു. അവളെ കണ്ടെത്തിയിട്ട് ഞാൻ തന്നെ അവളെ നിനക്ക് കാണിച്ചു തരാമെന്നും ദേവയാനി പറയുക. നീയൊക്കെ അവളെ അനുകരിക്കാനേ ശ്രമിക്കുക വേണ്ടതെന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പം അത്തരം ത്യാഗമനസ്സൊക്കെ എനിക്കും ഉണ്ട് അമ്മേ എന്ന് നയന ഇങ്ങനെ പറഞ്ഞപ്പം അത് വെറുതെ പറഞ്ഞാൽ പോരാ, പ്രവർത്തിച്ച് കാണിക്കണമെന്ന് ദേവയാനി പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാനേ ചേർത്ത് നിർത്തിയേനേ എന്നും ദേവയാനി പറയാം. എന്തായാലും നീ വന്ന് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അതിനി എന്തായാലും മുടക്കമൊന്നും വരുത്തണ്ടെന്നും പറഞ്ഞു. നാളെ മുതൽ ഞാനും അടുക്കളയിൽ കയറിക്കോട്ടെ അമ്മേ. അയ്യോ വേണ്ടേ വേണ്ട, ഇപ്പം പോകുന്നത് പോലെ തന്നെ അങ്ങ് പോയച്ചാ മതി. നിന്നെ ഇനി അടുക്കളക്കാരി ആക്കുന്നില്ല കേട്ടോ. നീ ഇവിടുത്തെ രാജകുമാരി ആയിക്കോ. ഞാൻ ശാസിക്കാനും വരുന്നില്ല, കുറ്റപ്പെടുത്താനും വരുന്നില്ല. വാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി എന്നിട്ട് ഇങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് പോവാം. അങ്ങനെ എല്ലാ കീടങ്ങളെയും തുടച്ചു മാറ്റിക്കൊണ്ട് അനന്തപുരത്തറവാട്ടിലെ രാജകുമാരിയായി നമ്മുടെ നയനയെ പ്രഖ്യാപിക്കുന്നു ഈ പറയുന്ന നമ്മുടെ ദേവയാനി ഇങ്ങനത്തെ അവരെയും കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ മുട്ടക്കറി ഇതും കൂടെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനാമിക മോള്. ആ സമയത്താണ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവർ രണ്ടുപേരും വന്നു. നമ്മുടെ നയനക്കിരിക്കാൻ കസേര വരെ ഇട്ട് കൊടുത്തു നമ്മുടെ ദേവയാനി കേട്ടോ. ആ സമയത്ത് ഇവളെ ഇനി എൻ്റെ മോൻ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നയനയെ നോക്കുക. നവ്യയ്ക്കാകെ ഒരു സംശയം, എന്നെ ഉപേക്ഷിച്ചാലും അവനെ ഇവളെ വേണമെന്നാ, ആ നിലയ്ക്ക് ഇവൾക്ക് വെച്ചു വിളമ്പിയല്ലേ പറ്റൂ എന്നും ചോദിച്ചിങ്ങനെ നേരെ ദേവയാനി ചോദിക്കുക ഇവരോട് എല്ലാവരോടും. ഇനി ഞാൻ വിളമ്പിയും തരണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ വേണ്ടമ്മേ, ഞാൻ വിളമ്പി കഴിച്ചോളാമെന്ന് പറഞ്ഞു നയന. അങ്ങനെ നയന തന്നെ ഇരിക്കുന്നതൊക്കെ എടുത്ത് കഴിക്കുക. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇരിക്കുമ്പോൾ നമുക്ക് വാരിയും കൂടെ കൊടുക്കുക ചേച്ചി ഏട്ടത്തി എന്ന് വെച്ചാൽ ഇവരുടെ കരളല്ലേ ഏട്ടത്തിക്ക് അറുത്ത് മുറിച്ച് തന്നിരിക്കുന്നതെന്നൊക്കെ ജലജ ഇങ്ങനെ പറയുമ്പോൾ
അതേടി, എൻ്റെ മരുമോളുടെ കരള് തന്നെയാടി എനിക്ക് പകത്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ നീ കളിയാക്കണ്ടെന്ന് ദേവയാനി ഉള്ളിൽ ഈ ജലജയോട് പറയുവാണ്. സമയത്ത് അനാമിക ഇവരെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇന്നത്തെ ഫുഡ് വളരെ നന്നായിട്ടുണ്ടല്ലോ എന്നേരം പറഞ്ഞു കേട്ടോ. അത് ഞാനും പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് ജലജ. ഇത്രയും നന്നായിട്ട് ഏട്ടത്തി ഇതുവരെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നെ സുഖിപ്പിച്ച് അടുക്കളയിൽ കയറണ്ടെന്നൊന്നും നീ വിചാരിക്കേണ്ട കേട്ടോ എന്ന് ജലജയോട് പറഞ്ഞു ദേവയാനി. ഇനി അടുക്കള ഭരണം ഏറ്റെടുക്കാനായി എൻ്റെ തീരുമാനമെന്നും, പക്ഷെ അത് ഒറ്റയ്ക്കല്ല, എന്നെ സഹായിക്കാൻ നീയും ജാനകിയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം ഇവളുമാർക്ക് എന്താ ഇവിടെ പണി എന്ന് ദേവയാനി ചോദിച്ചു. ആഹാരം കഴിക്കുന്നതും വലിയൊരു ജോലി തന്നെയാണല്ലോ എന്ന് ജാനകി പറഞ്ഞപ്പം ഈ പറഞ്ഞതേ സ്വന്തം മരുമകൾക്കും ബാധകമാണെന്ന് നവ്യ അന്നേരം പറഞ്ഞു. അവളുടെ നവ്യ ഇടപ്പിച്ചു. ഇവൾക്കും കൈയും കാലൊക്കെ ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾ അടുക്കളയിൽ കയറുകയാണെങ്കിൽ ഇവൾക്കും കയറാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതുവരെ പാചകം ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ലെന്ന് ദേവയാനി പറയുമ്പോൾ അനാമിക പറയുമ്പോൾ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാ, ഞാനും അടുക്കളയിൽ കയറിയിട്ടൊന്നുമില്ല. പിന്നെ നയന നന്നായി പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൾ അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ കയറിയതിൻ്റെ ഗുണമാണെന്ന് നവ്യ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അടുക്കളയിൽ കയറിയാലേ അടുക്കളപ്പണി പഠിക്കാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞു ദേവയാനി പറയാം. ഇന്നലെ വരെ പാചകമൊന്നും അറിയില്ലായിരിക്കാം എന്ന് വെച്ച് എന്നും അങ്ങനെ പോവേണ്ട ആവശ്യമുണ്ടോയെന്ന് ദേവയാനി ചോദിക്കാൻ അനാമികയോട്. ആരെയും ആശ്രയിക്കാതെ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും ദേവയാനി ഇവളോട് പറയുക കേട്ടോ. നാളെ മുതൽ അമ്മ അടുക്കളയെ സഹായിക്കാൻ ഞാനും വരാം എന്ന് നയന പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവളുമാരിങ്ങനെ നോക്കുക. അതൊരു നല്ല കാര്യമല്ലേ എന്ന് ജലജ പറഞ്ഞു കേട്ടോ. ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇതിനു മുൻപ് നീ തന്നെയായിരുന്നല്ലോ അടുക്കളപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഇനി അങ്ങ് ചെയ്താലെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഇനി അതൊന്നും വേണ്ട എന്ന് ദേവയാനി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞേ എന്നും പറഞ്ഞ് എല്ലാ എണ്ണം കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നീ അടുക്കളയിൽ കയറി പാചകം ചെയ്യുവാണെങ്കിൽ ആ ഭക്ഷണം ഞാൻ കഴിക്കില്ല എന്നും, അതുകൊണ്ടാ വയ്യെങ്കിലും ഞാനിപ്പോൾ അടുക്കളയിൽ കയറുന്നതെന്നും ദേവയാനി പറഞ്ഞു. അപ്പോൾ എന്തിനാമ്മ ഇങ്ങനെ ഒരു വാശി എന്ന് ചോദിച്ചു നയന. അപ്പോൾ ഇത് വാശിയൊന്നുമല്ല, അടുക്കളപ്പണി ചെയ്താ നീ എല്ലാവരെയും കയ്യിലെടുത്തതെന്നും ഇനി നീ ആരെയും കയ്യിലെടുക്കണ്ട എന്നും ദേവയാനി പറയൂ കേട്ടോ. കഴിഞ്ഞ കുറേ നാളായിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ട് ഇവിടെ എന്താ എല്ലാവരും പട്ടിണി കിടക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴും നയനെ ഇങ്ങനെ നോക്കുന്നു, നവ്യയെ നോക്കുന്നു. സത്യം പറഞ്ഞ 2 മാസം ഇവളിവിടെ ഇല്ലാത്തപ്പം മൊത്തത്തിലൊരു സമാധാനം ഉണ്ടായിരുന്നു എന്ന് ജലജ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനിയും ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാവെന്ന് നയന പറഞ്ഞു കേട്ടോ. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ എന്തിനാ നയനെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് നവ്യ അന്നേരം നയനയോട് ചോദിച്ചു. ആദർശേട്ടനുള്ളിടത്തല്ലേ നീ നിൽക്കേണ്ടതെന്നും നവ്യ ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇവളില്ലാതെ അവനിപ്പോൾ ജീവിക്കാനേ പറ്റത്തില്ല എന്ന്, അതുകൊണ്ട് പോകുന്ന കാര്യമൊന്നും നീ ചിന്തിക്കേണ്ട, അത് മനസ്സിലാക്കിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തുക ഇവളെന്നും പറഞ്ഞ് നമ്മുടെ നയനയോട് ദേവയാനി ഇങ്ങനെ പറഞ്ഞു. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോളണമെന്നും ദേവയാനി പറയുക. അവനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി തളച്ചിടാമെന്ന് നീ കരുതുകയേ വേണ്ട എന്നും പറഞ്ഞു. കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് നയന ഇരുന്ന് കഴിക്കുന്നു. ദേവയാനി ഇങ്ങനെ നോക്കി നിൽക്കും. ഇവൾക്കാണെങ്കിൽ, അതായത് അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും അങ്ങ് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കറികളൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്, നന്നായി കഴിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സുകൊണ്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്നിങ്ങനെ നയനയെ നോക്കി പറയാം. നയന നോക്കുമ്പോൾ തലതിരിച്ചിങ്ങനെ അങ്ങ് നിൽക്കും. നയന കാണരുതല്ലോ അതിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മുടെ ആദർശ് അവിടെ ഓഫീസിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ നയനയുടെ കോള് വന്നു. ആദർശേട്ടാ ഫുഡ് കഴിച്ചോ എന്നും ചോദിച്ചു. അമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ ഞാനങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആണോ? എൻ്റെ അമ്മായിയമ്മ എനിക്ക് രുചികരമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തന്നെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചപ്പം അമ്മ ആഹാരം കഴിക്കുന്ന സമയത്ത് എന്നെ ഇഷ്ടമാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് പോകാതിരുന്നതാ. അപ്പോൾ അമ്മ തന്നെയാ വന്ന് എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതെന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ പറഞ്ഞു. ആദർശന് വലിയ സന്തോഷമായി. എൻ്റെ ദൈവമേ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്നോടുള്ള പിണക്കമൊന്നും മാറിയിട്ടില്ല. പിന്നെ ആദർശേട്ടനെയും ആദർശേട്ടൻ്റെ അച്ഛനെയും മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ അമ്മയ്ക്കിപ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താന്ന് ചോദിക്കുമ്പോൾ അതായത് ഇനി അമ്മയ്ക്ക് എന്നോടുള്ള അവഗണന സഹിക്കാൻ വയ്യാതെ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആദർശേട്ടൻ അത് സഹിക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമെന്ന് നയന ആദർശനോട് പറയാം. നിങ്ങളൊക്കെ അതിൻ്റെ പേരിൽ അമ്മയോട് പിണങ്ങുന്നതും കുറ്റപ്പെടുത്തുന്നതൊന്നുമേ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞു. പിന്നെ അതൊഴിവാക്കാൻ അമ്മായിമ്മ മരുമകൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിയെന്നേ ഉള്ളൂ എന്നും പറഞ്ഞു കേട്ടോ. എങ്കിലും അതൊക്കെ വലിയ മാറ്റം തന്നെയല്ലേ നയനയും ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. കറികളൊക്കെ എന്ത് നല്ലതായിരുന്നെന്ന് അറിയാവോ എന്ന് ചോദിച്ചു നയന. ഞാൻ മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണെന്ന്. അല്ലെങ്കിലും വലിയ വലിയ രോഗങ്ങൾ വരുമ്പോഴാണല്ലോ എല്ലാവരും സ്വയം മനസ്സിലാക്കുന്നത്, തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നത്.
അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് അമ്മ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാറ്റങ്ങളാണെന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ ഭാവിയെപ്പറ്റി ചോദിക്കാനാ ഞാൻ തന്നെ ഒന്ന് വിളിക്കാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഭാവിക്ക് ഇപ്പം എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പം അല്ല, ഒരു ചടങ്ങ് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ മുടങ്ങി കിടക്കുകയല്ലേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അതേപ്പറ്റി വിശദമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം എന്നിങ്ങനെ ആദർശ് പറയുന്നു. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഇനി അങ്ങോട്ടുള്ള ജീവിതമെന്നും ആദർശ് നയനയോട് പറയുമ്പോൾ അതെ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം വരാൻ നോക്കാൻ പറഞ്ഞു. അപ്പം ശരിയെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണെന്നും പറഞ്ഞ നീ ഇപ്പം സഹായിക്കാനൊന്നും പോകണ്ട കേട്ടോ, അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ല എന്ന് ആദർശ് പറഞ്ഞു. അമ്മയുടെ മൂഡ് അനുസരിച്ച് ഒന്ന് നിൽക്കാൻ നോക്ക്, ഞാൻ നിന്നെ വിളിച്ചാളാ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. രണ്ടുപേരും കൂടി ഇങ്ങനെ വളരെ സന്തോഷത്തോടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.